ഇന്ന് ഒരുപാട് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ കുടിയിരിക്കലിൻ്റെ മുമ്പായിട്ടുള്ള 3 ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിൽ നമ്മുടെ പുതിയ വീട്ടിലേക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയതും പിന്നെ ഡെലിവറി കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്ത എക്സ്പീരിയൻസും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇനി ആക്റ്റീവായിട്ട് തന്നെ വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പം ഒരു ഗിവ് അവേ കൂടെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ 1 മില്യൺ ആയിട്ട് ഗിവ് അവേക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്ത് നിർത്തിയതാണ്. അപ്പോൾ ഇനിയൊരു ചെറിയൊരു ഗിവ് അവേ, അതായത് ഒരുപാട് നാളൊന്നും നീട്ടിക്കൊണ്ടുപോകാതെയാണ് കേട്ടോ. അതാണ് ചെറിയ ഗിവ് അവേ കൊണ്ട് ഉദ്ദേശിച്ചത്. അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ ആയിരിക്കും ഗിവ് അവേ ഒക്കെ വെക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ ദിവസം ഫ്ലാറ്റിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിലേക്ക് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കപ്പ എടുത്തിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അതുകൊണ്ടൊരു സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പച്ചമുളകും കപ്പയും പുറത്ത് കടയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ പച്ചമുളകിൻ്റെ നെറ്റിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇത് കുറേ പേർക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും. 2-3 മാസമൊക്കെ ഇരിക്കും കേട്ടോ. നെറ്റി കളഞ്ഞ് വെക്കണം. അപ്പോൾ ആ കപ്പ തൊലിയൊക്കെ നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ലേഡീസ് പാൻറ്റിൽ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കണില്ല കേട്ടോ. അതായത് കപ്പ പുഴുങ്ങി ഒടിച്ചിട്ട് അതിലേക്ക് മുളകും ഇഞ്ചിയൊക്കെ കട്ട് ചെയ്തിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒരു വട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ മുമ്പ്. അപ്പോൾ ആ ഒരു റെസിപ്പി തന്നെയാണ്. കപ്പൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. തലേ ദിവസം മീൻ കൊണ്ടുവന്നത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഐസൊക്കെ പോയിട്ട് മീനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. കപ്പ സ്നാക്കിലേക്കുള്ളത് മാത്രമല്ല കേട്ടോ, വൈകുന്നേരം നമുക്ക് കഴിക്കാനും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മൊത്തത്തിൽ അങ്ങോട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ മത്തിയൊക്കെ ഐസ് പോയിട്ടുണ്ട്. ഇത് അത്ര ഫ്രഷ് ആയിട്ടുള്ള മീനല്ലായിരുന്നു കേട്ടോ. ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ പൊട്ടി പോകുന്നുണ്ടായിരുന്നു. ഞാൻ മത്തിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇല്ലു ചോറ് കഴിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതായത് വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ നമ്മൾ ലഞ്ച് ഉണ്ടാക്കിയിട്ട് കുറേ ടൈം എടുത്തുകൊണ്ട് ഇപ്പോൾ ലഞ്ച് പുറത്തുനിന്ന് കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്യുക. കാരണം എനിക്ക് മാത്രം മതി, ഇല്ലു എന്തായാലും പുറത്തുനിന്നാണ് അധികം കഴിക്കുക. അല്ലെങ്കിൽ പിന്നെ ഇല്ലു വാങ്ങിയിട്ട് 2 പേർക്കും കൂടെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരും. അപ്പോൾ ഇത് ഇല്ലുവിൻ്റെ കടയിലുള്ള ഞങ്ങളുടെ ഫായിസാണ് കേട്ടോ. അപ്പോൾ അവന് ചോറൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് മീനും പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ടൊക്കെ ചോറും കറികളൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ബേബീനെ വെച്ചിട്ട് നല്ല റിസ്ക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ബേബിക്കൊരു 88 ഡേയ്സൊക്കെയാണ് കേട്ടോ ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് അവനെ അതിൻ്റെ ഇടയിൽ കുളിപ്പിച്ച് ഉറക്കിയിട്ടുണ്ട്. ഞാനും എൻ്റെയും കുളി കഴിഞ്ഞിട്ട് ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വൈകുന്നേരം നമ്മൾ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമാണ് സ്ഥിരമായിട്ട് ഉണ്ടാക്കൽ. ചപ്പാത്തി പത്തിരിയൊക്കെയാണ്. അപ്പോൾ അത് വൈകുന്നേരം അതും ഉണ്ടാക്കണം. പിന്നെ ഉച്ചയ്ക്ക് ചോറ് ഒരു നേരത്തിന് വേണ്ടിയിട്ട് മാത്രം കുറേ കറികളും ചോറൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നല്ല റിസ്ക്കാണ് കേട്ടോ. അപ്പോൾ മുമ്പത്തെ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടാലും മനസ്സിലാവും. ചിലർക്ക് തോന്നും എന്തിനാ അപ്പോൾ ചോറൊക്കെ കൊണ്ടുവരണം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ പോരെയെന്ന്. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഞാൻ ചോറ് കഴിക്കുകയാണ്. ഇത് മോങ്ങത്ത് ഒരു കല്യാണ സദ്യ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്, അവിടുന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ. അവിടെ 60 രൂപയുള്ള ഊണിന് നല്ല അടിപൊളി ഊണാണ് കേട്ടോ. 4 സൈഡ് ഡിഷസും സാമ്പാറും പായസവും രസവും പപ്പടവും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഊണാണ് കേട്ടോ. 60 രൂപയ്ക്ക് എന്തായാലും വേർത്താണ്. പിന്നെ 2 നേരമൊക്കെ നമ്മൾ ചോറ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയാൽ മുതലാവും. ഇത് കുറേ സമയം എടുത്തിട്ട് ചെറിയ കുട്ടീനെ വെച്ചിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ 88 ദിവസമായിട്ടുള്ളൂ ബേബിക്ക്. അപ്പോൾ അവനെ വെച്ചിട്ട് കുറേ സമയം എടുത്തിട്ട് വേണം. ഇല്ലോനാണെങ്കിൽ ഉപ്പേരി നിർബന്ധമാണ്, പിന്നെ എന്തെങ്കിലും നോൺ വെജ് വേണം, കറി വേണം, അങ്ങനെ ഒക്കെ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചതാണ് ഇന്നങ്ങനെ വാങ്ങാമെന്നുള്ളത്. ഇല്ലോനാണെങ്കിലും ഇതാണ് ഒന്നും കൂടെ എളുപ്പം. കാരണം രാവിലെ പോയിട്ട് മീനും അതും ഇതൊന്നും വാങ്ങണ്ടല്ലോ. ആ ഒരു സമയത്ത് ചോറ് കൊണ്ട് വന്നാൽ മതി. അല്ലെങ്കിൽ തന്നെ തിരക്ക് പിടിച്ച് ഓടുമായിരിക്കും. അപ്പം അന്ന് പിന്നെ എപ്പോഴും പുറത്തുനിന്നല്ലേ കഴിക്കണം. അപ്പം ഞങ്ങൾ ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നിന്നതാണ്. അപ്പോൾ ആദ്യം കപ്പയൊക്കെ ഒന്ന് റെഡിയാക്കി മീൻ കറി വേഗം വെച്ചു, ചമ്മന്തി ഉണ്ടാക്കി, പിന്നെ ഉച്ചയ്ക്ക് മീൻ പൊരിച്ചതും ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് മനുവിനും ഇപ്പോൾ കപ്പ നല്ല ഇഷ്ടമാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഓനിക്ക് വേറെ ചപ്പാത്തിയോ പത്തിരി എന്തെങ്കിലും ഉണ്ടാക്കേണ്ടിയിരുന്നു ആദ്യമൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ
ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പുറത്ത് പോണത്. ഇല്ലുവാണെങ്കിൽ വൈകുന്നേരം വന്നിട്ട് പുറത്ത് പോകാമെന്ന് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അല്ലു ബേബിക്ക് ആദ്യം തന്നെ ഇന്നറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബാബാ സൂട്ട് പോലത്തെ ഒരു ഡ്രസ്സാണ്, അപ്പം അതിനുള്ള ഇന്നറൊക്കെ ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിയായി നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ. ഞങ്ങൾ മോങ്ങത്തുള്ള ഡ്യൂ ഡ്രോപ്സ് അങ്ങനെ എന്താണ് കടയുടെ പേര്, അവിടെ പോയിട്ട് റണ്ണിങ് മെറ്റീരിയലാണ് കേട്ടോ എടുത്തത്. അപ്പോൾ എനിക്ക് ഇവിടെ തന്നെ തയ്ക്കാൻ കൊടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഡ്രസ്സ് ആദ്യം തന്നെ പോയിട്ട് എടുത്തത്. ഇത് പിറ്റേ ദിവസത്തെ ഇതാണ് കേട്ടോ. പിറ്റേ ദിവസം ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എടുത്തൊരു ചുരിദാറായിരുന്നു, ഒരു ഡാർക്ക് ഗ്രീൻ കളറിലുള്ളത്. അപ്പോൾ അത് അന്ന് തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് തയ്പ്പിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതും കൊടുക്കണം. പിന്നെ ഞാൻ 2 വർഷം മുമ്പ് എങ്ങാനും എടുത്തതാണ് ഒരു ഓറഞ്ച് കളറിലുള്ള ചുരിദാർ ബിറ്റ്. അപ്പോൾ അതൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അന്നും അതുപോലെ ഊണൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അന്നത്തെ ദിവസം വൈകുന്നേരം വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. പെരിന്തൽമണ്ണ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് വേണം കുടിയിരിക്കലിനുള്ള സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോവാൻ. ഞാൻ എത്തിയിട്ട് വേണം, കാരണം ബ്രദറിനും വൈഫിനും വരാൻ പറ്റിയിട്ടില്ല, ഒരു സൗദിയിലാണ്. പിന്നെ ഉമ്മയും ഉപ്പയും മാത്രമേ ഉള്ളൂ അവിടെ. അപ്പം അവർക്ക് ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ ഒരു എടുത്താൽ ശരിയാവില്ല എന്നുള്ളൊരു തോന്നലാണ്. അപ്പം അതിന് വേണ്ടിയിട്ടിപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പ് തന്നെ പോയിട്ടുണ്ട് കേട്ടോ. ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നമ്മളോട് വിളിച്ച് ചോദിച്ചിട്ടാണ് കേട്ടോ ഓരോന്ന് ചെയ്യുക. പിന്നെ ഞാനും തന്നെ ബ്രദറിനോടും വൈഫിനോടും അവർ താമസിക്കേണ്ട വീടല്ലേ, അപ്പോൾ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞിട്ടാണ് ചെയ്യുക. അപ്പോൾ അവർ പറയും ഓരോന്നും ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എൻ്റെ ഇഷ്ടത്തിന് ചെയ്തോ, അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനെയാണ് നാത്തൂനും ബ്രദറൊക്കെ പറയൽ കേട്ടോ. അപ്പം പിന്നെ ചെറിയ ബേബിനെ വെച്ചിട്ട് നമുക്കങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ നോക്കാനും നടന്നിട്ടില്ല. എന്നാലും മാഷാ അല്ലാഹ് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളിത് 2 വർഷം മുമ്പ് വാങ്ങിച്ചൊരു വീട് റെനോവേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടേതായ ഇഷ്ടത്തിന് ഉണ്ടാക്കിയൊരു വീടൊന്നുമല്ല, ഉള്ളതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താമെന്ന് മാത്രം. പിന്നെ ഇത് 3ാമത്തെ ദിവസമാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ, ഞാനും ഉമ്മയും ഉപ്പയും മണിക്കൂട്ടനും പിന്നെ നമ്മുടെ അല്ലു ബേബിയും. അപ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞ് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഡ്രൈവ് ചെയ്യണത്. ഇതൊരു 90 ഡേയ്സിന് ഒരു ദിവസം മുമ്പ്. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഹോസ്പിറ്റലിൽ പോണതിൻ്റെ തലേന്ന് വരെ ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിലേക്കും ഡ്രൈവ് ചെയ്ത് വേണമെങ്കിൽ പോകുമായിരുന്നു, പക്ഷേ ഇവരാരും സമ്മതിക്കാത്തതുകൊണ്ടാണ്. പിന്നെ എനിക്ക് അങ്ങനെ കുറേ വയറൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരിക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരുന്നത്. അപ്പോൾ ഇതേതായാലും അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ ഇവർ സമ്മതിച്ചിട്ടില്ല കേട്ടോ. ഇതുവരെ ഉള്ള പോലെ പറ്റൂല, കുറച്ച് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഡ്രൈവ് ചെയ്യാനൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പോയത് പെരിന്തൽമണ്ണയുള്ള നിൽക്കമൽ ഗ്യാലറിയിലേക്കാണ് കേട്ടോ. ഇത് ഷിഫ കൺവെൻഷൻ സെൻറ്ററിൻ്റെ അടുത്തായിട്ടാണ്. ഇവിടെ ഞാൻ മുമ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ബെഡൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ അന്നേ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നമുക്കൊക്കെ ഏറ്റവും ആവശ്യമുള്ളത് നല്ല ഉറക്കം കിട്ടുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നല്ല അടിപൊളി ബെഡും ബെഡ്ഷീറ്റും പിന്നെ ചെറിയ ബേബീസൊക്കെ ഉണ്ടാകുമ്പോൾ ബെഡിൽ വിരിക്കുന്ന കംഫർട്ട് കണ്ടോ, ഇതാണ് കേട്ടോ അത്. ഉള്ളിലേക്ക് വെള്ളമൊന്നും ഇറങ്ങൂല, എന്നാൽ പുറത്ത് നല്ലൊരു നീറ്റായിട്ട്, അതായത് ഒരു ഷീറ്റ് വിരിച്ചിട്ട് നമുക്ക് കിടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ, അതുപോലൊന്നും ഉണ്ടാവില്ല. നല്ല സ്മൂത്തായിട്ടാണ് കേട്ടോ പുറത്തുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാൻ അന്ന് നോട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നൊക്കെ എടുത്ത സാധനങ്ങൾ ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ. തലയണിൻ്റെയൊക്കെ ആ ഒരു സോഫ്റ്റ്നെസ് കണ്ടോ, ഇതിലൊക്കെ കിടക്കുമ്പോൾ നല്ല സുഖമായിരിക്കും. പിന്നെ റബ്ബർ പാല് വെച്ചിട്ട് ഉണ്ടാക്കിയ തലയണ, പിന്നെ അതുപോലെ ഗ്രീൻ ടീൻ്റെ ഫ്ലേവറുള്ള തലയണയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഓരോ ഗുണങ്ങളുള്ളതാണ്, അതായത് നമ്മുടെ കഴുത്തിൻ്റെ അവിടെയുള്ള പെയിൻ ഇല്ലാതിരിക്കാൻ, അങ്ങനെ നമ്മുടെ രക്തയോട്ടം വർദ്ധിക്കാൻ, അങ്ങനെ കുറേ ഗുണങ്ങളുള്ള തലയണയാണ്. നമുക്ക് കിടക്കുമ്പോഴും നല്ല സുഖമാണ്. പിന്നെ കുറേ ഫർണിച്ചറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ലാപ്ടോപ്പ് ടേബിൾ. നമുക്കൊരു പുതിയ വീട് എന്ന് പറയുമ്പോൾ ഞാൻ പൊതുവേ നമ്മളിങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ പഴയ വീട്ടിൽ ഇപ്പോൾ കുറച്ചായിട്ട്, അതായത് പുതിയ വീട് വാങ്ങിച്ചതിന് ശേഷം അങ്ങനെ നമ്മൾ ഇതുപോലുള്ള സാധനങ്ങളൊന്നും അധികം വാങ്ങിച്ചിട്ടില്ല. ഇനിയിപ്പോൾ പുതിയ വീട്ടിലേക്ക് വാങ്ങാം എന്നുള്ള ഒരു ലെവലിലായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുന്ന് നോക്കി വെച്ചിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. കണ്ടോ, ഇവിടെ ഇതുപോലെയുള്ള ചെറിയ ഷെൽഫുകൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ബെഡ്ഷീറ്റൊക്കെ നല്ല അടിപൊളി ബെഡ്ഷീറ്റാണ് കേട്ടോ. നമ്മൾ കുറച്ച് ബെഡ്ഷീറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ ഇനി പിന്നീട് പുതിയ വീട്ടിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഗ്രീൻ ടീൻ്റെ സ്മെല്ലുള്ള തലയണ. ഇതിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാ ഈ ഒരു ബെഡിൽ മണിക്കൂട്ടൻ ചാടുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റാണ് ഈ ഒരു ബെഡ് എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ കിടക്കുമ്പോഴുള്ള ഒരു സുഖം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ഇതാ പില്ലോ കവർ മാത്രമായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പില്ലോ കവറൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ബെഡ്ഷീറ്റൊക്കെ നമുക്ക് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ കുറേ ടർക്കികൾ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. കാണുമ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ ചെറിയൊരു ഷോപ്പാണെങ്കിലും കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അതിനുള്ളിൽ. ഞങ്ങളിങ്ങനെ തിരിച്ചു പോരുകയാണ്. അപ്പോൾ അല്ലൂട്ടനാണെങ്കിൽ ചെറുതല്ലേ, അപ്പോൾ അവന് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ മയൂരിയിലേക്കാണ് കേട്ടോ പോയത്, മയൂരി ഫർണിച്ചറിലേക്ക്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ എടുത്ത സാധനങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് കാണിക്കാം. പിന്നെ ഇത് മയൂരിൻ്റെ തൊട്ടടുത്തുള്ളൊരു ചെറിയൊരു ചായക്കടയാണ് കേട്ടോ. അതായത് മാനത്തുമംഗലം റൂട്ടിലേക്ക് ഇങ്ങനെ കയറുന്നതിൻ്റെ സൈഡിലായിട്ടുള്ളൊരു ഹോട്ടൽ. അപ്പോൾ അവിടുന്ന് ഞാൻ ചിക്കൻ ബിരിയാണിയും ഇവർ പൊറോട്ടയും ബീഫൊക്കെ ആണ് കേട്ടോ കഴിച്ചത്. ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ കുടിയിരിക്കലിൻ്റെ വീഡിയോ ആയിട്ട് കാണാം.